പിന്നെ വന്ന വിവാഹങ്ങളെല്ലാം നിശ്ചയത്തോട് അടുപ്പിച്ച് മുടങ്ങിപ്പോവും. എന്താ കഥ? അനുഭവം ഒന്ന് കേട്ടു നോക്കല്ലേ. ഞാനും ത്രിമധുരം ഗ്രൂപ്പിലെ ഒരു അംഗമാണ്. പേര് സരള. എൻ്റെ അമ്മയല്ല കേട്ടോ, വേറൊരു സരള മൈൻഡ് ഗ്രൂപ്പിൽ. വയനാട്ടിൽ നിന്നും. സാറിന് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്നറിയാം. സാറിൻ്റെ കൃഷ്ണാനുഭവങ്ങൾ കേൾക്കുന്നത് വലിയൊരു പോസിറ്റീവ് എനർജിയാണ്. ഈശ്വരഭക്തി ഒരുപാടുള്ള ഒരു കുടുംബത്തിലാണ് എൻ്റെ ജനനം. എൻ്റെ അച്ഛൻ പരമഭക്തനും സാത്വികമായ ഒരു വ്യക്തിയാണ്. കൂടാതെ ഞങ്ങൾ ശ്രീ സത്യസായി ഭക്തരും കൂടെയാണ് കേട്ടോ. ചെറിയ പ്രായത്തിൽ എനിക്ക് കൂടുതൽ അഭിമുഖ്യം ദേവിയോടായിരുന്നു. എൻ്റെ വീടിൻ്റെ മുന്നിൽ തന്നെ ഒരു ദേവീക്ഷേത്രമുണ്ട്. എൻ്റെ മൂത്ത മകൻ്റെ വിവാഹ വിഷയത്തിൽ ഞങ്ങൾ ഒരുപാട് വിഷമം അനുഭവിക്കേണ്ടി വന്നു. ആദ്യം ഒരു വിവാഹം നിശ്ചയിച്ച് അത് ഒരു കാരണവുമില്ലാതെ മുടങ്ങി. പിന്നെ വന്ന വിവാഹങ്ങളെല്ലാം നിശ്ചയത്തോടടുക്കുമ്പോൾ മുടങ്ങിപ്പോവും. കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും ഞാൻ ഇതിനുവേണ്ടി വഴിപാടുകൾ നടത്തിയിട്ടുണ്ട്. നെഗറ്റീവ് എനർജി എന്നത് സത്യമാണ് എന്ന് വിശ്വസിച്ച് തുടങ്ങിയത് അപ്പോഴാണ്. ഞാനെല്ലാം ഗുരുവായൂരപ്പനിൽ അർപ്പിച്ചു. അടുത്ത ആലോചന വന്നപ്പോൾ ഗുരുവായൂരിൽ പോയി. രാധാസമേതനായ കൃഷ്ണനായിരുന്നു അന്നത്തെ അലങ്കാരം. അത് കണ്ടപ്പോൾ തന്നെ നടക്കുമെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ വിശ്വാസത്തിൽ തന്നെയായിരുന്നു ഞാൻ. എന്തായാലും അത് ഭംഗിയായി ഗുരുവായൂരിൽ വെച്ച് നടന്നു. ഈ പ്രാവശ്യം അവനും കുടുംബവും കാനഡയിൽ നിന്നും ഏപ്രിൽ നാട്ടിൽ വന്നപ്പോൾ കോഴിക്കോട് പോകുന്നതിന് വേണ്ടി ഒരുങ്ങി നിൽക്കുകയായിരുന്നു. അവൻ്റെ മോനെ കാറിൽ കയറ്റിയിരുത്തി കാറിൻ്റെ AC ഓൺ ചെയ്യുന്നതിന് വേണ്ടി അവൻ ഫ്രണ്ടിലെ ഡോറ് തുറന്നിട്ടോ. ഒരു കാറിൽ വെച്ച് കാറ് സ്റ്റാർട്ടാക്കിയതും കാറ് മുന്നോട്ട് പോയി. ഒരു കുഴിയിൽ കാറ് കുത്തനെ തെന്നി വീണു. കാറിലായിരുന്ന മോന് ഒരു പോറൽ പോലും പറ്റാതെ ഈശ്വരൻ കാത്തു. വലിയേട്ടൻ്റെ കാലിന് ചെറിയൊരു പരിക്ക് പറ്റിയെന്നല്ലാതെ സാരമായിട്ട് യാതൊന്നും പറ്റിയില്ല. കാറ് മുഴുവനും തകർന്നുപോയി. അവിടെയും ഞങ്ങളെ ഗുരുവായൂരപ്പൻ കണ്ടു എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. ഗുരുവായൂരിൽ ദർശനം നടത്തിയതിന് ശേഷമാണ് അവൻ തിരിച്ചു പോയത്. തുലാഭാരവും മറ്റു വഴിപാടുകളെല്ലാം കഴിച്ചു. അന്ന് ഞങ്ങൾക്ക് നല്ല ദർശനവും കിട്ടി. ഏത് നിമിഷവും ഭഗവത് സ്മരണയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് തന്നെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഭവം കേട്ടപ്പോൾ ഞെട്ടിപ്പോയില്ലേ. കാറ് മുന്നോട്ടെടുത്തു, കാറ് തവിട് പൊടിയായി. മകനൊന്നും പറ്റിയില്ല, ചെറിയ മകന്. അതൊക്കെയാണ് ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് അല്ലേ. ഇത് വായിച്ചാൽ തന്നെ അറിയാം, ഈ അമ്മ ശരിക്കും നല്ല ഭക്തിയാണ്. അച്ഛനും ഭക്തനായിരുന്നു. സാത്വികമായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. അങ്ങനെ ജീവിക്കുമ്പോൾ അങ്ങനെയൊന്നും ഭഗവാൻ ഒന്നും വരുത്തില്ല. പരീക്ഷണങ്ങൾ നൽകും, പരീക്ഷണങ്ങൾ എല്ലാവർക്കും നൽകും. അത് ഭഗവാന്റെ ഒരു ഡ്യൂട്ടിയാണല്ലേ. പരീക്ഷിച്ച് ഭഗവാനിലേക്ക് അടുപ്പിക്കുക. നിങ്ങളും അടുക്കാൻ തയ്യാറാക്കുക. പരീക്ഷണങ്ങൾ എല്ലാവരും നേരിടുന്നില്ലേ. പരീക്ഷണങ്ങൾ നേരിടാത്ത ഒരാളും ഈ ഗ്രൂപ്പിലോ ഫോളോ ചെയ്യുന്നതിലോ ഒന്നുമില്ല എന്ന് കൃത്യമായിട്ടറിയാം. അതുകൊണ്ട് തന്നെ എല്ലാവരും കാത്തിരിക്കുക. ഭഗവാൻ നമുക്കെന്തായിട്ട് കാത്തു വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും കിട്ടും. ഹരേ കൃഷ്ണ. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം. ജോയിൻ ബട്ടണിലൂടെ വരണം. 7 പേർക്ക് കൃഷ്ണ വിഗ്രഹം സമ്മാനമുണ്ട്. ഹരേ കൃഷ്ണ.